ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ പൊതുപരീക്ഷാ ചോദ്യപേപ്പറാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഭാഗം ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്ത്. 2. ആർത്തവ രക്തമെന്ന് പറയുന്നതാണ്. ഉത്തരം ഹൈള്. മൂന്നാമത്തത്, വുളൂഇന് പകരമായി തയമ്മും ചെയ്യൽ. ഉത്തരം വാജിബ്. നാലാമത്തെ, സ്ത്രീകൾക്ക് സുന്നത്തുണ്ട് ഇക്കാമത്ത്. അഞ്ചാമത്തത്, ബാങ്കിൻ്റെ തക്ബീറുകളുടെ റാഇന് സുക്കൂന് ചെയ്യൽ സുന്നത്ത്. ഇനി രണ്ടാമത്തെ ഭാഗം ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനുള്ളതാണ്. അതിലൊന്ന്, ദീനിൻ്റെ വിധികൾക്ക് പറയുന്നത് അഹ്കാമു ശർഇയ്യ. 2. ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കപ്പെടേണ്ടതാണ് ഖളാഅ്. 3. ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ് ത്വഹൂറ്. 4. മുത്തവസ്സിത്തായ നജസിൽ പെട്ടതാണ് ലഹരി ദ്രാവകം. 5. വുളൂഇൻ്റെ പൂർണ്ണതയ്ക്ക് അത്യാവശ്യമാണ് സുന്നത്ത്. ഇനി മൂന്നാമത്തെ ഭാഗം വിശദമാക്കുക. 1. ളുഹ്ർ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ നിയ്യത്ത്. ഉത്തരം ഉസല്ലി ഫർള ളുഹ്രി 4 റകഅത്തി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. രണ്ടാമത്തെ ചോദ്യം, നിസ്കാരത്തിൻ്റെ ഖിയാമിൽ കറാഹത്തുള്ള കാര്യങ്ങൾ. ഉത്തരം കാലുകൾ ചേർത്തി വയ്ക്കലും ഒരു കാൽ മുന്തിച്ചു വയ്ക്കലും കാരണമില്ലാതെ ചാരി നിൽക്കലും കറാഹത്താണ്. ഇനി നാലാമത്തെ ഭാഗം ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക. ഒന്നാമത്തേത്, 4 റകഅത്തുള്ള നിസ്കാരം 2 റകഅത്താക്കി ചുരുക്കി നിസ്കരിക്കലാണ് ഖസ്റ്. 2. ഒന്നാം റകഅത്ത് ജമാഅത്തായിരിക്കൽ ഷർത്തുള്ള നിസ്കാരം. ഉത്തരം ജുമുഅ. 3. സ്വഹാബത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയൽ. ഉത്തരം സുന്നത്ത്. നാലാമത്തത്, സകാത്തുൽ ഫിത്റിൻ്റെ മറ്റൊരു പേര്. ഉത്തരം സകാത്തുൽ ബദന്. ഇനി അഞ്ചാമത്തെ ഭാഗം എന്തു ചൊല്ലണം. ഒന്നാം റകഅത്തിൽ ഫാത്തിഹയുടെ മുൻപ് ഡാഷ് വജ്ജഹ്തും അഊദും. 2. ഇഅ്തിദാലിലേക്ക് പോകുമ്പോൾ ഡാഷ്. ഉത്തരം സമിഅല്ലാഹു ലിമൻ ഹമിദ. 3. പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീറുകൾക്കിടയിൽ. ഉത്തരം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 4. നോമ്പ് തുറന്ന ഉടനെ. ഉത്തരം അല്ലാഹുമ്മ ലക സ്വംതു വഅലാ റിസ്ഖിക അഫ്തർതു. അഞ്ചാമത്തേത്, ഹലായിലേക്ക് കടക്കും മുമ്പ്. ഉത്തരം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസ്. അടുത്തത് പൂരിപ്പിക്കുക. ഒന്നാമത്തേത്, 2 കുല്ലത്തിൽ ഡാഷ് വെള്ളം. അപ്പോൾ അവിടെ താഴെയുള്ള എന്നാണ് അവിടുത്തെ ഉത്തരം. അപ്പോൾ 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം ഡാഷ് ചേർന്നാൽ, നജസ് ചേർന്നാൽ ഡാഷ് മുത്തനജിസാകും. അപ്പോൾ അവിടെ തന്നെ 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ തന്നെ മുത്തനജിസാകും. രണ്ടാമത്തേത്, പല്ലിൽ ഡാഷ് അകലത്തിലും, പല്ലിൽ അകലത്തിലും നാവിൽ ഡാഷ് നീളത്തിലുമാണ് മിസ്വാക്ക് ഡാഷ് ചെയ്യേണ്ടത്. പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. മൂന്നാമത്തേത്, ഹജ്ജിൻ്റെ ഇഹ്റാമിൻ്റെ കാലം ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹിജ്ജ 10ാം രാവ് ഉൾപ്പെടെയുള്ള ദിവസമാണ്. അടുത്തത് ആശയം എഴുതുക. ഒന്നാമത്തേത്, ഇന്നൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുസല്ലി ഫീ റമളാന 20 റകഅത്തൻ സിവൽ വിത്രി. അതിൻ്റെ ആശയം, നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ വിത്ർ കൂടാതെ 20 റകഅത്ത് നിസ്കരിക്കുന്നവരായിരുന്നു. അടുത്തത്, അസ്സിവാക്കു മത്ഹറത്തുൻ ലിൽ ഫമി മർലാത്തുൻ ലിർ റബ്ബി.
അതിൻ്റെ ആശയം മിസ്വാക്ക് ചെയ്യൽ വായ ശുദ്ധീകരിക്കുന്നതും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ്. ഇനി അടുത്തതായിട്ട് ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ ഫറലും സുന്നത്തുമായിട്ട് വേർതിരിച്ചെഴുതാനാണ്. അപ്പോൾ ആദ്യം ഞാൻ ഫറൽ ഏതൊക്കെയാണെന്ന് വായിക്കാം, അതിനുശേഷം സുന്നത്ത് വായിക്കാം. ഫറല് അവസാനത്തെ അത്തഹിയാത്തിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, അത്തുമഅനീനത്ത്. ഇനി സുന്നത്ത് ഖുനൂത്ത് ഓതൽ, വജ്ജഹത്ത് ഓതൽ. അടുത്തത് ഉത്തരം എഴുതുക. അതിൽ ഒന്നാമത്തെ ചോദ്യം, സക്കാത്ത് 2 വിധമാകുന്നു, ഏതെല്ലാം? അതിൻ്റെ ഉത്തരം 1 സക്കാത്തുൽ മാല്, 2 സക്കാത്തുൽ ബദന്. രണ്ടാമത്തെ ചോദ്യം, ഹജ്ജ് വാജിബാകാനുള്ള ഷർത്തുകളിൽ സ്ത്രീകൾക്ക് മാത്രമുള്ളവ ഏതെല്ലാം? അതിൻ്റെ ഉത്തരം ഇദ്ദയിലല്ലാതിരിക്കുക, കൂടെ ഭർത്താവോ മഹ്റമോ വിശ്വാസികളായ സ്ത്രീകളോ ഉണ്ടാവുക. അടുത്ത ചോദ്യം, ഒരു തയമ്മും കൊണ്ട് എത്ര നിസ്കരിക്കാം, ഏതെല്ലാം? ഉത്തരം ഫർള്, കിഫായ, സുന്നത്തുകൾ എന്നിവ. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.